ഈ നിലമ്പൂരിലെ വിഷയങ്ങളോ കേരളത്തിലെ വിഷയങ്ങൾക്കോ അല്ല പ്രാധാന്യം. അവിടെ ഈ വായിൽ കൊള്ളാത്ത മറ്റു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇസ്രയേൽ, ഗാസ, ഈ വിഷയങ്ങളൊക്കെയാണ്, ഇറാൻ, ആ വിഷയങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളോ ആ കാര്യത്തെക്കുറിച്ച് പൊതുമധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണുന്നത്. പാലസ്തീൻകാരുടെയും പ്രശ്നം വാസ്തവത്തിൽ ഇത് തന്നെയാണ്. അവർക്ക് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം അത് മാത്രമാണ് വിഷയം. എന്നാൽ ആ മണ്ണിൽ ഇറിഗേഷൻ ഏതെങ്കിലും വിധത്തിൽ യോർദാൻ നദിയുണ്ട്. ചർച്ചകളിലൂടെ യോർദാൻ നദിയുടെ കൈവഴികളുണ്ടാക്കി അങ്ങോട്ട് ജലസേചനം നടത്തിക്കൊണ്ട് ഇസ്രായേൽ നടത്തുന്നത് പോലെ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ, കൃത്യതയാർന്ന ജലസേചനത്തിലൂടെ ഒരു കൃഷി യോഗ്യമാക്കിക്കൊണ്ട് കൃഷി ചെയ്യുകയോ, അതുമല്ലെങ്കിൽ പഠിച്ചു വരുന്ന ചെറുപ്പക്കാരൊക്കെ IT വ്യവസായ പടുത്തുയർത്തുകയോ, സ്റ്റാർട്ടപ്പുകൾ, വിവിധ ചിന്തകളൊന്നും ലെവലേശം അവരെ തീണ്ടിയിട്ടേയില്ല. വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് അവരുടെ ഒരേ ഒരു ആവശ്യവും ദൗർഭാഗ്യവശാൽ ഇസ്രായേൽ എന്ന് പറയുന്ന അനിസ്ലാമിക രാജ്യം അറബ് മധ്യത്തിൽ ഉണ്ടാവരുത്, അതിനെ എങ്ങനെ ഉച്ചാടനം ചെയ്യണമെന്നാണ്. ഇസ്രായേൽ ഇതൊന്നും ചിന്തിക്കാതെ അവിടെ കൃഷി ചെയ്തും വ്യവസായം ചെയ്തും വളരെ അഭിവൃദ്ധിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ വെല്ലുന്ന വികസിത രാഷ്ട്രമായിട്ട് മാറിയതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ നിന്ന് പോകുന്നവർക്കും തല ചായ്ക്കാനൊരിടം അവിടെ കിട്ടുന്നതും മിച്ചധനം നമ്മുടെ പോസ്റ്റൽ ഇക്കോണമിയായിട്ട് കേരളത്തെ സമ്പദ് സമൃദ്ധമാക്കുന്നതും. അല്ലാതെ എണ്ണ കിട്ടിയതുകൊണ്ടോ ഒന്നുമല്ല, മഞ്ഞ കിട്ടിയതുകൊണ്ടോ അല്ല. വളരെ കൃത്യതയാർന്ന കൃഷി പഠിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് കൃഷിമന്ത്രി ഉൾപ്പെടെ ഒരു സംഘം അങ്ങോട്ട് പോയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ മന്ത്രിസഭയുടെ മുഖ്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നത് ഇസ്രായേൽ ഒരു തെമ്മാടി രാഷ്ട്രമാണ്, അങ്ങനെയെങ്കിൽ ഈ തെമ്മാടി രാഷ്ട്രത്തിൽ കൃഷി പഠിക്കാൻ നിങ്ങൾ എങ്ങനെ കാലുകുത്തി? അപ്പോൾ പോയ കൂട്ടത്തിൽ ഒരു കർഷകൻ തിരിച്ചു വരാതെയിരുന്നു, പിന്നെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരേണ്ടി വന്നു. അത്ര അങ്ങ് പ്രേമിച്ചു പോയി ഇസ്രായേലിനെ. അതാ ഇസ്രായേലിൻ്റെ സ്ഥിതി. നമ്മളീ പറയുന്ന പലസ്തീൻ എന്ന് പറയുന്ന എൻ്റയർ പലസ്തീൻ അല്ല. ഇവിടെ ഗാസ എന്ന് പറയുന്ന പ്രദേശത്ത് മാത്രം ലിമിറ്റഡായിട്ടാണ് യുദ്ധം. അവിടെ പരിക്കേൽക്കുന്നവർക്കൊക്കെ ആഹാരവും മരുന്നും ഇസ്രായേൽ ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. അതിനുള്ള ധനം അവർ സമ്പാദിച്ചിട്ടുണ്ട്. അല്ലാതെ വെറും ഭീകരവാദം കൊണ്ട്, മതവെറി കൊണ്ടല്ല അവർ ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് സത്യം. അതിനും മീതെ ഉണ്ടാക്കിയ പണം കൊണ്ടാണ് അവർ അമേരിക്കയിൽ നിന്ന് അധുനാധുന ആയുധങ്ങൾ, സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ലോകത്തിലെ ഏതൊരു രാജ്യത്തിൻ്റെയും ആക്രമണത്തെ ചെറുക്കാനുള്ള സ്വയം പര്യാപ്തത, സ്വയം പ്രതിരോധം നേടിയിരിക്കുന്നത്. അതാണ് വാസ്തവം. സിറിയ, ഈജിപ്റ്റ്, സൗദി അറേബ്യ യോർദാൻ തന്നെ, ലെബനൻ, ഈ രാഷ്ട്രങ്ങളെല്ലാം കൂടിച്ചേർന്നവർക്കെതിരെ 1000 വർഷത്തെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് പാലസ്തീൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ അത്ര പോലും ജനസംഖ്യയില്ലാത്ത ഇന്ത്യയിലെ മിസോറാമിൻ്റെയോ അല്ലെങ്കിൽ ഹരിയാനയുടെയോ മാത്രം വലിപ്പമുള്ള ഈ രാജ്യം ഇന്നും നിലനിന്നു പോരുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടൻ കൈക്കലാക്കിയ ഫോക്ലാൻഡ്സ് ഐലൻഡിനെ പോലെ നഷ്ടശിഷ്ടമായിട്ടുള്ള ഒരു രാഷ്ട്രമായി മാറിയേനെയും. അവരുടെ അധ്വാനം, അതോടൊപ്പം തന്നെ അവരുടെ ബുദ്ധി, ഇത് രണ്ടുമാണ് കേന്ദ്രീയം. അത് തിരിച്ചുവിടുന്നത് വർഗീയതയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റേതെങ്കിലും രാഷ്ട്രത്തിൽ ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടല്ല, ഭീകരപ്രവർത്തനത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്നത്, ഞാൻ അതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ലെങ്കിലും, ഇറാനെതിരെ അവർ നടത്തുന്നത് ഇത്തരം തീവ്രവാദികൾക്കെതിരെ ഉള്ള ഒരു ആക്രമണം എന്നാണ്. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിലിപ്പോൾ ചൈനയോ സോവിയറ്റ് യൂണിയനോ ഒന്നും തന്നെ ഇടപെടുന്നില്ല. പക്ഷേ ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും തന്നെ ഇടപെടുന്നില്ല. എന്തെന്നാൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം 1970കളിലാണ് ഇസ്രായേലുമായിട്ട് അവർക്ക് ഈ തരത്തിലുള്ള ഒരു സംഘർഷമുണ്ടായി. അതിനു മുമ്പ് സൗഹൃദ രാഷ്ട്രങ്ങളായിരുന്നു, ചേട്ട അനിയ എന്ന് വിളിച്ച് നടക്കുന്ന രാഷ്ട്രങ്ങളായിരുന്നു അവർ. പഹലാവി രാജാവിൻ്റെ കാലത്ത് അങ്ങനെയുള്ള ഇസ്ലാമിക് റെവല്യൂഷൻ വന്നിട്ട് അയത്തോള ഖൊമൈനി എന്ന് പറയുന്ന ആൾ, ഞാൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് ഭരിക്കുകയാണ്, ദൈവമാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുള്ളൊരാശയം, തിയോക്രസി, ദൈവഭരണം, ആ രാജ്യത്തേക്ക് അടിച്ചേൽപ്പിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് ഈ സംഘർഷങ്ങൾ ആവിഷ്കരിച്ചതും. അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്തെ എലിമിനേറ്റ് ചെയ്യും എന്നുള്ള ഒരു ശപഥം ഈ ടെഹ്റാനിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു വന്നതും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ അതിൻ്റെ നിലനിൽപ്പിൻ്റേതായിട്ടുള്ള, അതായത് അസ്തിത്വത്തിൻ്റേതായിട്ടുള്ള ഭീഷണിയുണ്ട്.
ആ ഭീഷണി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഇത് ഈ രാഷ്ട്രങ്ങൾക്കിടയിൽ മാത്രമുള്ള ഒരു പ്രശ്നം മാത്രമായിരിക്കെ ഇന്ത്യ ഗവൺമെൻറ് പോലും ഔദ്യോഗികമായിട്ട് ഇതിൽ അഭിപ്രായം പറയുകയല്ലാതെ ഇടപെടൽ നടത്താതിരിക്കെ എന്തിനാണ് നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കേവലം PV അൻവർ കാലുമാറിയതിൻ്റെ ഫലമായിട്ട് മാത്രമായിട്ട് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഈ വക വിഷയങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഈ പലസ്തീനിൻ്റെ പിന്തുടർച്ചാവകാശികളായിട്ടുള്ള ഈ വർഗീയത മാത്രം സംസാരിക്കുന്ന ഈ വിഷയങ്ങൾ മാത്രം സംസാരിക്കുകയും തങ്ങളുടെ വികസനത്തിലും പുരോഗതിയിലും കേന്ദ്രീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതതി അവിടെയുണ്ട്. ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ പ്രീതിപ്പെടുത്താനും പ്രകടനം ചെയ്യാനും വേണ്ടിയിട്ട് നടത്തുന്ന സർക്കസാണ് ആവശ്യമില്ലാത്ത അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ള ഒരു ബുദ്ധിജീവി വ്യായാമം. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ തന്നെ നിലമ്പൂരിൽ പ്രസംഗിക്കുന്നത് പ്രധാനമായിട്ട് ഈ വിഷയമാണ്. അതിനപ്പുറമുള്ള വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഈ കേരളത്തിലെ ആശാ വർക്കർമാരെ കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ നിലമ്പൂരിൽ വന്യമൃഗശല്യം ഇത് പരിഹരിക്കുന്നതിനെ കുറിച്ചോ വികസനം നടന്നിട്ടേ ഇല്ല അവിടെ. വികസനം ഈ ഗവൺമെന്റ് വിഷയങ്ങൾ ധാരാളമുണ്ട്. ഇത് എല്ലാ മുന്നണികളും ഈ ഇത്തരത്തിലുള്ള, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ്റെ ഈ പ്രസ് സെക്രട്ടറിമാരൊക്കെ എഴുതി കൊടുക്കുന്ന ചില കാര്യങ്ങളാണ്. പ്രഭാവർമ്മയൊക്കെയാണ് വായിക്കൊള്ളാത്ത കാര്യങ്ങൾ. പ്രഭാവർമ്മയാണെന്ന് തോന്നുന്നില്ല. കാരണം പ്രഭാവർമ്മ എഴുതി കൊടുത്തു. ഞാൻ പിണറായി വിജയൻ്റെ മുറിയിലിരുന്ന് തന്നെ കണ്ടു. ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തു ദൂരദർശനം റെക്കോർഡ് ചെയ്യാൻ. ഇതൊന്നും ആകെപ്പാടെ പുള്ളി പേജ് മറിച്ച് പോയി. ഞാൻ കണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഇനി എല്ലാ കാര്യത്തിലും അങ്ങനെ ആവണമെന്നല്ല പറയുന്നത്. ഒരു എക്സാമ്പിൾ അതെടുത്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മാറ്റി സ്വന്തമായിട്ട് വാക്കുകളിലാണ് പറഞ്ഞത്. സ്വന്തമായിട്ട് പഠിച്ച് തയ്യാറാക്കി അത് ഇന്ന രീതിയിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി തന്നെ ബുദ്ധിപൂർവ്വം തന്നെയാണ് ഈ വാക്കുകൾ ചെയ്യുന്നത്. പ്രഭാവർമ്മയുടെ അല്ലിത്. കാരണം ഇവരെ കയ്യിലെടുക്കാൻ ഈ വാക്കുകൾ വേണം എന്നുള്ളത് അറിയാം. പാലസ്തീൻ്റെ കാര്യമാണ് അവർ വികാരം കൊള്ളുന്നത്. പാലസ്തീൻ്റെ കാര്യമാണ്. ലോകത്തെ ഐക്യരാഷ്ട്രസഭ പോലും ഇത്രയും വികാരം കൊണ്ടിട്ടില്ല ഈ കാര്യവും പറഞ്ഞുകൊണ്ട്. ഐക്യരാഷ്ട്ര സംഘടന വെറുതെ ഇരിക്കുക, നോക്കുകുത്തിയായിട്ടിരിക്കുമ്പോൾ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഹമാസിൻ്റെ നേതാക്കന്മാരെയും ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട്. എന്നാൽ ഇന്ത്യയിൽ പഹൽഗാമിൽ നടന്നതിനെക്കുറിച്ചൊരു ചർച്ച ഞാൻ കേട്ടിട്ടില്ല. അതെ, കാശ്മീരിലെ അവിടുത്തെ പണ്ഡിറ്റുകളെ ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ ബട്ഷറിങ് നടത്തിയപ്പോൾ, അതായത് പിന്നെ മൃഗങ്ങളെ കൊല്ലുന്നത് പോലെ കൊന്നപ്പോൾ, കൊലവെറി പോലെ നടത്തിയപ്പോൾ യാതൊരു വിധമായിട്ടുള്ള പ്രതികരണങ്ങളോ ചർച്ചയോ ഡിബേറ്റോ ഒന്നും അവിടെ ഉണ്ടായില്ല. ഇപ്പോൾ പാലസ്തീൻ്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ നടത്തുന്നത്, അപ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള ഹിപ്പോക്രസിയും അതുപോലെ തന്നെ മറ്റു ചില തെറ്റായ ധാരണകളും. മാപ്പിള ലഹളകാലത്ത് വിചാരിച്ചതുപോലെ ഏകലോകം, ഏകമതം അങ്ങനെ ഒന്നും വരാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചല്ലാതെ ഒരു ഏകരാഷ്ട്രം വന്നിട്ട് എന്താ കാര്യം? അവിടെ പട്ടിണിയുടെ പങ്കുവയ്ക്കലായിരിക്കില്ലേ നടക്കുന്നത്? അതാണ് പ്രശ്നം. നമ്മുടെ വികസനം ആദ്യം, വികസനം കഴിഞ്ഞിട്ട് നമുക്ക് ഏകരാഷ്ട്രം, അത് ഇസ്ലാമിക രാഷ്ട്രമായിക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മുടെ നാട് അടിസ്ഥാനപരമായിട്ട് വികസിക്കാത്ത നിലമ്പൂരിനെ വികസിപ്പിക്കുക എന്നുള്ള ഒരു ആത്യന്തിക ലക്ഷ്യത്തിൽ വേണ്ടി ആ തെരഞ്ഞെടുപ്പിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കാനും അതുപോലെ തന്നെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും അതുണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മുടെ ഈ ബൗദ്ധികമായിട്ടുള്ള വ്യായാമങ്ങൾ നമ്മളെ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നോട്ടടിച്ചതുപോലെ ഇൻഡോക്ട്രിനേഷൻ എന്ന് പറയുന്നതും സ്റ്റഡി ക്ലാസ്സുകളും ഒക്കെ നമ്മളെ പിന്നോട്ട് പായിക്കുക എന്നൊരു ലക്ഷ്യമേ സാധിച്ചിട്ടുള്ളൂ. ആ തരത്തിൽ ഉള്ള ഒരു വ്യായാമം, വൃഥാ വ്യായാമം എന്ന് ഞാൻ പറയും. അത്തരം ഒരു വ്യായാമമാണ് നടക്കുന്നത്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കുറയ്ക്കുക, വികസനത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയത്തിലേക്ക് മാറേണ്ട കാലം പൊളിറ്റിക്സ്. അതെ, അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാത്ത രാഷ്ട്രീയ കക്ഷികൾ കാലഹരണപ്പെട്ട പുണ്യാളന്മാരായിട്ട് മാറും എന്നുള്ളതിന് സംശയമില്ല. അത് പിണറായി വിജയന് തന്നെ നല്ലപോലെ അറിയാവുന്ന ആളാണ്. അച്യുതാനന്ദനെയാണ് കാലഹരണപ്പെട്ട പുണ്യാളൻ എന്ന് അദ്ദേഹം വിളിപ്പിച്ചത്. അതും നമ്മൾ മറന്നുകൂടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.